ഹലോ, ഇത് നമ്മുടെ ചാവക്കാട് ബീച്ചാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 6.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ ചാവക്കാട് ബീച്ചിലോട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം ഒന്നും ചാവക്കാട് ബീച്ചിലോട്ട് പോയിട്ടില്ല. 3-4 തവണയേ പോയിട്ടുള്ളൂ. മിഴിയാണെങ്കിലും ഐ തിങ്ക് 1.5 ഇയർ ബിഫോർ ആണ് പോയിട്ടുള്ളത്. തൊട്ടടുത്താണെങ്കിലും നമ്മൾ പറയില്ലേ, തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കൊന്നും പോയില്ല. അതേ അവസ്ഥയാണ് സെയിം ഇവിടെയും. ഞങ്ങൾ എന്നിട്ട് ഒരു ഹോളിഡേയുടെ അന്ന് കുറേ നാളായി പറയുന്നു ചാവക്കാട് ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ ഒരു ദിവസം പോയതാണ് കേട്ടോ. പോയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമൊന്നും വേറെ ഇല്ല. കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. ഞങ്ങളുടെ കൂടെ ഏട്ടനും ചിക്കും പിന്നെ ജിൻചേട്ടനും ഞാനും മിഴിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് പോകുമ്പോൾ. ചാവക്കാട് ബീച്ചൊക്കെ ഭയങ്കര പുരോഗമിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് കുറേ കളിക്കാനും അതുപോലെ തന്നെ കുറേ പട്ടമൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ പറത്തിയിട്ടില്ല കേട്ടോ. ഇത്തവണയാണ് ഞാൻ ആദ്യമായിട്ട് പട്ടം പറത്തുന്നത്, സത്യം പറയാലോ. പിന്നെ ചെറുപ്പത്തിലാണെങ്കിലും ബീച്ചിലോട്ടൊന്നും അങ്ങനെ പോക്കില്ലാത്തത് കൊണ്ട് ഇപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്. നമ്മൾ പറയുമല്ലോ, വലുതാവുമ്പോഴാണ് ചെറുപ്പത്തിലെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് എന്ന്. അതേ സെയിം അവസ്ഥ. പിന്നെ അതാ കുറേ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കളിക്കാൻ അങ്ങനെ ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മിഴിക്ക് ഇതാ ഈ കളർഫുള്ളായിട്ടുള്ള ഈ പൊത്തിപ്പിടിച്ച് കയറുന്ന സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഇൻട്രസ്റ്റ് കേട്ടോ. പാവം കുട്ടി, അവൾ ഫസ്റ്റ് ടൈമാണ് കയറണതേ. പക്ഷെ അവൾക്കത് ചവിട്ടി ചവിട്ടി കയറാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറേ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അവൾ വിട്ടു കൊടുക്കില്ല എന്നൊരു ഭാവത്തിലായിരുന്നു കേട്ടോ. ആദ്യം ട്രൈ ചെയ്തു, പിന്നെ വീണ്ടും ട്രൈ ചെയ്തു, പിന്നെ വീണ്ടും 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 ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ കയറിപ്പോവാന്നിറങ്ങി വീഴ. അവൾ ഫസ്റ്റ് ടൈം, അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. ബാക്കിയുള്ള കുട്ടികളൊക്കെ വേഗം വേഗം കയറി അപ്പുറത്തു കൂടെയൊക്കെ ഉരുങ്ങി വന്നു തുടങ്ങി. അവസാനം ഞാൻ മിഴിക്കുട്ടിയോട് പറഞ്ഞു, മിഴി മതി, മതി. അവൾ എന്നാലും കൈ വെടിഞ്ഞില്ല കേട്ടോ. അവൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും അവളെ നോക്കിയിരിക്കായിരുന്നു, കാരണം വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അവിടെ. പിന്നെ അവളിങ്ങനെ കഷ്ടപ്പെട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് പൊത്തിക്ക് പിടിച്ച്, അവൾക്ക് ആ ട്രിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. അതാണ് അവൾ ഈ മുട്ട് കുത്തിയിട്ടാണ് കയറേണ്ടത്, കാലുകൊണ്ട് ചവിട്ടി കയറല്ല ചെയ്യണത്. അതുകൊണ്ട് അവൾക്ക് ആ ട്രിക്ക് കിട്ടാത്തതുകൊണ്ട് ആ കുട്ടി അവളെ ഹെൽപ്പ് ചെയ്തു പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വിചാരിച്ച അറ്റ മുകളിൽ വരെ എത്തിയിട്ട് അതുപോലെ തന്നെ തിരിച്ച് വീഴുന്നു. പക്ഷെ ആ കുട്ടി ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ഒരു തവണ ഇതുപോലെ പൊത്തിപ്പിടിച്ച് കയറി ഇറങ്ങി വന്നപ്പോൾ അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ എപ്പോഴും കളി തന്നെയായിരുന്നു കളി. പിന്നെ ഞങ്ങൾ ചൂട് മുളക് ബജിയും ചമ്മന്തിയും കഴിച്ച് വീട്ടിലേക്ക് ഒരു പാഴ്സലും മേടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബീച്ചിലെ വിശേഷങ്ങൾ. ബൈ ബൈ, ടേക്ക് കെയർ.